പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് ദൈവം അവരെ രക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ദൈവം തന്റെ വാക്ക് പ്രകാരം, തന്റെ വാഗ്ദത്ത പ്രകാരം അവരെ രക്ഷിച്ചു. എന്റെയും നിങ്ങളുടെയും ഭയം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടാനുള്ള തടസ്സമാണ്. ഭയപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെട്ട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാസർഗോഡ് നിന്ന് വന്ന സഹോദരി ഭയം വിട്ട് ദൈവശക്തിയിൽ ബലപ്പെട്ടപ്പോൾ ആ സഹോദരിക്ക് ഡോക്ടർമാർ ഓപ്പറേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ഉദരരോഗം, ഉദര സംബന്ധമായ രോഗം, ഉദരത്തിലെ മുഴകൾ ചുങ്ങിപ്പോവുകയും ആ മകൾ എന്നേക്കുമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനം എങ്ങനെയാണ്? ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം 8-ാം വാക്യം, പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. സുഭാഷിതങ്ങൾ 29-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നത് കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടരുത്, ശത്രുവിനെ ഭയപ്പെടരുത്, എതിരാളിയെ ഭയപ്പെടരുത്, മനഃപൂർവ്വം സംഘം ചേരുന്നവരെ ഭയപ്പെടരുത്. നിങ്ങൾക്കെതിരെ കുനിഷ്ഠ ആലോചിക്കുകയും നിങ്ങൾക്കെതിരെ കെണികൾ ഒരുക്കുകയും ഗൂഢതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ദുഷ്ട സംഘങ്ങളെ, ദൈവമക്കളെ, നിങ്ങൾ മനസ്സുകൊണ്ട് ഭയപ്പെടരുത്. ദൈവത്തിന്റെ വചനം യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായം 7-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, ന്യായം അറിയുന്നവരും എന്റെ നാമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ എന്റെ ജനമേ, എന്റെ വാക്ക് കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളിൽ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങൾ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടരുത്, നിങ്ങൾ അവരുടെ ശകാരങ്ങളിൽ പരിഭ്രമിക്കരുത്. ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 12-ഉം 13-ഉം വാക്കുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കും. മനുഷ്യന്റെ സന്തതിയെയും തൃണസദൃശനായ മനുഷ്യനെയും നീ എന്തിനു ഭയപ്പെടണം? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ നീ മറന്നുകളഞ്ഞോ? നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെ നീ നിരന്തരം ഭയപ്പെടുന്ന എന്തിന്? പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. അവൻ നിന്നെ നശിപ്പിക്കാൻ വരുന്നൊരു പീഡകനാകട്ടെ, അവൻ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി സംഘം കൂടിയിരിക്കുന്ന ദുഷ്ട സംഘമാകട്ടെ, നീ മനുഷ്യനെ ഭയപ്പെടരുത്. നിന്റെ സൃഷ്ടാവിനെ മറക്കാതെ നിന്റെ സൃഷ്ടാവിൽ നീ ബലപ്പെട്ടാൽ, നിന്റെ സൃഷ്ടാവിൽ നീ ബലപ്പെട്ടാൽ നിനക്കെതിരെ വരുന്നവരെ ദുർബലപ്പെടുത്താൻ നിന്റെ സൃഷ്ടാവായ ദൈവത്തിന് കഴിയും. മരണത്തിന് വിധിക്കുന്ന അഗതിയെ സംരക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് നിൽക്കുന്നവനെ ദൈവം തന്നെ ഇത് അരുളി ചെയ്തിരിക്കുന്നു. വചനത്തിൽ ദൈവമക്കളോട് പഠിപ്പിക്കുകയാണ്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. പലർക്കും രോഗത്തെ ഭയമാണ്, ചിലർക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഭയമാണ്. പരീക്ഷയെ ഭയപ്പെടുന്ന കുട്ടികളുണ്ട്, സാമ്പത്തിക കടബാധ്യത ഞെരുങ്ങുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട്, ജീവിതത്തിന്റെ തകർച്ച കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ശക്തി ദൈവമക്കൾക്ക് അനുകൂലമായി വെളിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയം. അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ പൗലോസ് അപ്പോസ്തലനെ ശതാധിപൻ റോമാപുരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. റോമായിലേക്ക് പൗലോസ് അപ്പോസ്തലനെ കൊണ്ടുപോകുന്ന കപ്പൽ വലിയ കപ്പൽ അപകടത്തിൽ കടൽക്ഷോഭത്തിൽപ്പെട്ടു. കടലിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായി. ആ കടൽക്ഷോഭത്തിൽ കപ്പൽ തകർന്നു തരിപ്പണമായി. 27-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ കൈവെടിഞ്ഞു. കപ്പൽ തകർന്നു തരിപ്പണമായി. കപ്പലിലുണ്ടായിരുന്ന വസ്തുവകളെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉപജീവനത്തിനുള്ള വക പോലും കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കപ്പൽ പൊട്ടി തകരുമെന്ന ഘട്ടത്തിലെത്തി. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ ദൂതൻ പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവദൂതനിലൂടെ നൽകിയ അതിശക്തമായൊരു ദൂത് അപ്പോസ്തല പ്രവർത്തനം 27-24 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണത് വായിക്കുന്നത്, പൗലോസ് നീ ഭയപ്പെടണ്ട, പൗലോസ് നീ ഭയപ്പെടണ്ട.
പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരുപക്ഷെ നിന്റെ ജീവിതം പൊട്ടിത്തകർന്ന ജീവിതയാനമായിരിക്കാം. നീ ആശ്രയം വെച്ചിരുന്ന നിന്റെ കപ്പല് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിന്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിന്റെ കൃഷിയിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. നിന്റെ കൃഷിയിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. പൗലോസ് യാത്ര ചെയ്ത കപ്പൽ പൊട്ടി തകർന്ന് എല്ലാം നശിച്ച് അടിത്തറ തകർന്ന അവസ്ഥയിൽ നിന്നപ്പോൾ പൗലോസിനോട് ദൈവം ഇടപെട്ട് പറഞ്ഞു, പൗലോസ് നീ ഭയപ്പെടരുത്, പൗലോസ് നീ ഭയപ്പെടരുത്. ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ നടുവിൽ നിൽക്കുന്ന ദുഃഖത്തിൽ, രോഗത്തിൽ, കടബാധിതയിൽ, ഞെരുക്കത്തിൽ, ശത്രുപീഡയിൽ, മറ്റുള്ള ഉപദ്രവങ്ങളാൽ, അപവാദങ്ങളാൽ തകർന്നാടി വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ നടുവിലായിരിക്കാം നീ നിൽക്കുന്നത്. ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ഈ തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ദൈവത്തിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് 37-ാം സങ്കീർത്തനത്തിലെ വചനം ഓർമ്മിക്കുക, പരിഭ്രമിച്ചാൽ അത് തിന്മയിലേക്ക് മാത്രമേ നിന്നെ കൊണ്ടുപോവുകയുള്ളൂ. പരിഭ്രമിക്കരുത്, പരിഭ്രമിച്ചാൽ അത് തിന്മയിലേക്ക് മാത്രമേ നിന്നെ കൊണ്ടുപോവുകയുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാം അധ്യായം 24-ാം വാക്യം, ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും. ദുഷ്ടൻ ഭയപ്പെടുന്നത് അവന് വന്നുകൂടുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഏത് കാര്യത്തിൽ, ഏത് മേഖലയിലാണോ ഭയത്തിന്റെ സ്വാധീനം, ഭയത്തിന്റെ അരൂപി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത്, ഈ നിമിഷങ്ങളിൽ മനസ്സ് തുറന്നാൽ, ദൈവത്തെ വിളിച്ചാൽ, ഭയത്തിന്റെ ദുഷ്ടാരൂപി നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാശ്വാസത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ധൈര്യത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്, വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഭയമുള്ളവരിൽ നിന്ന് ഭയത്തിന്റെ അരുവി വിട്ടുപോകട്ടെ, ഉത്കണ്ഠയുള്ളവരിൽ നിന്ന് ഉത്കണ്ഠയുടെ ആത്മാവ് വിട്ടുപോകട്ടെ, സ്ഥൈര്യത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ കുടുംബങ്ങളിൽ പ്രവർത്തിക്കട്ടെ, ജീവിതങ്ങളിൽ പ്രവർത്തിക്കട്ടെ. മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന, മുന്നിൽ ജീവിതത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തകർച്ചയെ കണ്ട് ദുർബലമായി കലങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. കലങ്ങിയിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ട് ഈ പ്രാർത്ഥനയിൽ കൂടുന്ന ഓരോ മകനെയും സ്പർശിക്കണമേ. ഭയത്തിന്റെ അരൂപികളാൽ പീഡിപ്പിക്കപ്പെടുന്നവരെന്ന് ഭയത്തിന്റെ ദുഷ്ടസംഘങ്ങളെ, ഭയത്തിന്റെ അരൂപികളെ ഇപ്പോൾ നിർവീര്യമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തിന്റെ പീഡകളും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ക്യാൻസർ രോഗത്തെ ഓർത്തുള്ള ഭയം, പലതരത്തിലുള്ള കടബാധിത നിമിത്തമുള്ള ഭയങ്ങള്, പലതരത്തിലുള്ള ദുഃഖപീഡകള് കർത്താവിന്റെ ദൈവ മക്കളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി.